വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ, ബഹുമാനിയായ മന്ത്രി വി ശിവൻകുട്ടി അവർകൾ, ഏറെ പ്രിയപ്പെട്ട, വളരെ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമാവത്തക്ക രൂപത്തിൽ 3 കിലോമീറ്റർ നീളത്തിൽ നമ്മൾ നവീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടക്ക സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇനി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച് പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള ശ്രീ ഇയാസ് അവർകളാണ്. വേദിയിലും സദസ്സിലുമുള്ള ഓണാഘോഷ പരിപാടിയെക്കുറിച്ചും വളരെ മനോഹരമാക്കി മാറ്റി തീർത്ത ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ചുമെല്ലാം ശ്രീ കരമന ഹരി ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട MLA കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ സംസാരിക്കാനുമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ലോകത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു വികാരമാണ്. നമ്മുടെ മണ്ണിൻ്റെ, നമ്മുടെ നാടിൻ്റെ മാനവിക ഐക്യത്തിൻ്റെ, സമൃദ്ധിയുടെ, നന്മയുടെ പ്രതീകമാണ് ഓണം. ആ ഓണം ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി കൂടി നാം അറിയാതെ നടക്കുകയാണ്. 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആ വർഷത്തെ ഓണം കോവിഡ് കാരണം നമുക്ക് ആഘോഷിക്കാനായില്ല. എന്നാൽ 2022 ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഓണാഘോഷം അതിഗംഭീരമായിരുന്നു. 2023 സർക്കാർ ഓണാഘോഷം 2022 ഓണാഘോഷത്തെയും മറികടക്കുന്ന നിലയിലേക്കുള്ള ജനകീയ പങ്കാളിത്തമുള്ള ആഘോഷമായി മാറി. കഴിഞ്ഞ വർഷം ചൂരൽമല ദുരന്തം കാരണം സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. 2025 ഓണാഘോഷ പരിപാടി ഇന്നലെ കനകക്കുന്നിൽ വെച്ച് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അതിവിപുലമായിട്ടാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി. ഓണാഘോഷം ആകാശത്ത് നടക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇത്തവണത്തെ തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത. ഡ്രോൺ ഷോ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 33 വേദികളിൽ ഓണാഘോഷ പരിപാടി നടക്കുന്നു. ഇവിടെ മനോഹരമായി ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രം രൂപപ്പെടുന്നു. നിങ്ങളുടെ MLAയുടെ കഠിന ശ്രമഫലമായി തിരുവനന്തപുരം കോർപ്പറേഷനും എല്ലാം ചേർന്നുകൊണ്ട് ഈ നിലയിലേക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ മാറ്റുന്നു. ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു. അവിടെയും ഓണാഘോഷ പരിപാടി ഇത്തവണ ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നിട്ടുള്ളത്. ഈ നിയോജക മണ്ഡലത്തിലെ റോഡുകൾ ഒട്ടുമിക്കതും ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയായ BMNBC റോഡുകളായി മാറിക്കഴിഞ്ഞു. സാധ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് ഇന്നലെ വരെ നൽകിയതുപോലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് പരിപൂർണ പിന്തുണ നൽകി ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നിങ്ങളെല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട റിയാസ്, ഈ വേദിയിലുള്ള കരമന ഹരി അടക്കമുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ,
നമ്മുടെ നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന പ്രദേശം ഈ തിരുവോണനാളിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമായി മാറുകയാണ്. ഓണത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിനൊരു നാഴികക്കല്ലായ നിറവണങ്കൽ ആഴാങ്കൽ പദ്ധതി ഓണാഘോഷം സംഘടിപ്പിക്കാനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതുമായി ആൾക്കാർ ചിന്തിക്കണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി 16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ഈ പദ്ധതി. ഇത് തിരുവനന്തപുരം നഗരത്തിലെ ഏതാണ്ട് രാവിലെ വലിയൊരു കൂട്ടമാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ അങ്ങറ്റത്തെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ചെറിയ കല്യാണം പോലും നടത്താൻ, ചെറുതല്ല വലിയ കല്യാണം തന്നെ നടത്തുന്നതിനുള്ള സൗകര്യമുള്ള ഓപ്പൺ പ്രദേശമായി മാറുകയാണ്. ഒരു സ്റ്റേജ് നമ്മുടെ ഈ കരമന ആറ്റിൽ തന്നെ അല്ലേ, വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഒരു സ്റ്റേജ് തന്നെ ഉണ്ട്. ഇനി ലൈറ്റിംഗ് ഒക്കെ വരും, രാത്രി വരും. അതെല്ലാം ചെന്ന് നിങ്ങൾ കാണണം. നാട്ടുകാരുടെ ഒരു സ്വത്തെന്ന് എല്ലാവരുടെയും മനസ്സിലത് വേണം. നമ്മുടെ നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന ഒന്നാണ് നിറമൺകര മുതൽ ആഴാങ്കൽ വരെയുള്ള നടപ്പാതയുടെ നവീകരണം. ഇവിടെ ചെടികളും പുൽത്തകടികളും വെച്ചുപിടിപ്പിച്ച് പ്രദേശം മുഴുവൻ ആകർഷകമാക്കുകയാണ്. നടപ്പാതയുടെ സമീപത്ത് ഇരിപ്പിടങ്ങൾ, ശങ്കർനാർ കടവുകളിൽ കൽപ്പടവുകൾ, ടൈൽസ് വാങ്ങിയ പവലിയൻ എന്നിവയും ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കും. ഈ പദ്ധതി വിനോദത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയ സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, ഫുട്ബോളും കളിക്കുക അവിടെ ഇതിൻ്റെ സൈഡിൽ 1 കോടി രൂപ മുടക്കിയുള്ളൂ. ഒപ്പം സൈക്കിൾ പാത, സൈക്കിൾ ചവിട്ടുന്നതിന് വേണ്ടിയുള്ള പാത, ഓപ്പൺ ജിം, ആർക്കും വേണോ വന്ന് ജിമ്മിൽ അപാലപുറത്തെ ജനങ്ങൾക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ജിമ്മിൽ പങ്കെടുക്കാം. റേഡിയോ പാർക്ക്, പഴയ റേഡിയോ പാർക്ക് ഉണ്ടല്ലോ നമ്മുടെ, അതും എല്ലാം ഉണ്ട്. ആഴാങ്കൽ ഭാഗത്ത് കാറുകളും ബൈക്കുകളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ യുവതലമുറയെ കായിക രംഗത്തെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. കൂടുതൽ സൗകര്യങ്ങൾ ഈ പദ്ധതിയിൽ കലാപരിപാടികൾക്ക് വേദിയൊരുക്കുന്ന ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ടാവും. നദീതീരത്ത് 2 ബോട്ട് ലാൻഡിംഗ് സെന്റർ ഉൾപ്പെടുകയാണ്. കഫ്റ്റീരിയകളുണ്ട്. നടന്നൊക്കെ ഓടിയും ഒക്കെ വരുമ്പോൾ ക്ഷീണിച്ചാൽ ചായ കുടിക്കാനുള്ള കഫ്റ്റീരിയ, ഫ്രീ ആയിട്ടില്ല, കാശ് കൊടുത്ത് കുടിക്കാനുള്ള. ആധുനിക ടോയ്ലറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ CCTV എവിടെയാണ് വെച്ചേക്കുന്നത് ആർക്കും അറിയില്ല. ഈ പിന്നെ ആധുനിക ടോയ്ലറ്റൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. കൂട്ടായ്മകൾക്ക് ഒത്തുചേരുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഫോട്ടോഷൂട്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഫോട്ടോ എടുക്കൽ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണിലുണ്ട്, എല്ലാവരും കണ്ടാൽ എല്ലാവരും ഫോട്ടോ എടുത്തില്ലേ. അപ്പോൾ അത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ ഫോട്ടോഷൂട്ട് പോയിന്റുകൾ, ഫിഷിംഗ് പോയിന്റുകൾ, ആർക്കെങ്കിലും മീൻ പിടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു പോയിന്റ്. ഇനി പിന്നെ എന്താ വേണ്ടതെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇനി ഇതിനപ്പുറം ഏറ്റവും കൂടുതലൊന്നും മീൻ പിടിക്കാൻ വരെ ഒന്നിക്കുകയാണ്. അപ്പോൾ ഇതിനപ്പുറം, അപ്പോൾ ഇതിനിടയിലാണ് ഏതാനും ആൾക്കാർ വന്നിട്ട്, ഏതാനും ആൾക്കാർ കുറച്ച് എല്ലാവരും അവിടെയൊക്കെ താമസിക്കുന്ന ചില ആൾക്കാരുടെ വീടിൻ്റെ അവിടെ വഴി ഇതിനോട് കണക്ട് ചെയ്ത് വഴി വേണം. വഴി ആർക്കെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള നേരായ വഴിയില്ലെങ്കിൽ ആ വഴി ഒരുക്കും, അതിന് സംശയമില്ല. അതല്ലാതെ ഈ മനോഹരമായ തീരം കണ്ടുകൊണ്ട് 2 വഴി എൻ്റെ വീട്ടിലാവാമെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഇനി ആരും പരിശ്രമിക്കുകയും വേണ്ട. ആരെങ്കിലും ഇളക്കി വിടണമെങ്കിൽ ഇളക്കി വിടുന്നവർ മനസ്സിലാക്കണം. ഇളക്കി വിടുന്നവർ തന്നെ വഴി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, അല്ല ഞാൻ വഴി ഉണ്ടാക്കി കൊടുക്കില്ലെന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഏതാണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ആയി കഴിഞ്ഞു. ഒരു 4-5 മാസം കൂടി ആകുമ്പോൾ എല്ലാം ആവും. പാപ്പനംകോട് ഹൈസ്കൂളിന് 3 കോടി, കരമന സ്കൂളിന് 5 കോടി, കരമന തന്നെ കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ 5 കോടി. പിന്നെ നമ്മൾ പുതിയൊരു IT തുടങ്ങി. കിഴക്കേക്കോട്ട ചാല ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലാണ് നിയമമണ്ഡലത്തിലെ ഒരു IT അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് IT ഭാവിയിൽ കരമനയിലേക്ക് അല്ല അവിടെ തന്നെ അല്ലേ, അവിടെ തന്നെ നിൽക്കുകയാണ്. കരമനുള്ള കരിയർ ഡെവലപ്മെൻറ്റ് സെൻ്ററിലാണെങ്കിൽ 5 ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഈ 22-23 കോർപ്പറേഷൻ വാർഡ് ടാർ ചെയ്യാതെ ആളെയൊക്കെ സഞ്ചരിക്കാൻ വയ്യാതെ കിടക്കുന്ന എല്ലാ വാർഡും കോർപ്പറേഷൻ്റെ റോഡാണ്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ മന്ത്രി എന്നുള്ള നിലയിൽ ആധികാരികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു.
സഞ്ചരിക്കാൻ കഴിയാതെ കിടക്കുന്ന എല്ലാ റോഡും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാർഡുകളാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വാർഡിലെ കൗൺസിലർമാരാണെന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും മെനക്കെട്ട് MLA എവിടെ മന്ത്രി എവിടെ എന്നൊന്നും ബോർഡൊന്നും എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ കോർപ്പറേഷൻ ഒരു വർക്കെടുത്ത് ഞാൻ ചെയ്യാണ്, 4 കോടിയാണ് അല്ലേ? മേലാങ്കോട് വഴി കറങ്ങി പോകുന്ന ഒരു വലിയ റോഡ് അവിടെ കുഴപ്പപ്പെട്ട് കിടക്കുകയല്ലോ, 4 കോടി വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ആവശ്യത്തിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് മുമ്പുണ്ടായിരുന്നല്ലോ ഒരു MLA ഇവിടെ, അദ്ദേഹം വളരെ സീനിയർ നേതാവാണ്, ആരാധ്യനാണ്, സ്നേഹസമ്പന്നനാണ്. പക്ഷെ കാര്യമില്ല, ഒരു കല്ലുപോലും എടുത്ത് വെച്ചിട്ടില്ല മണ്ഡലത്തിൽ. അപ്പോൾ അതെല്ലാം നമുക്ക് വികസനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിയമമണ്ഡലത്തിലുള്ള മുഴുവൻ സ്കൂളിലും ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിലെ ചുമതല ഉള്ളതുകൊണ്ട് മാത്രമാണ് മുഴുവൻ സ്കൂളിനും 2 കോടി രൂപയും 3 കോടി രൂപയും 5 കോടി രൂപയും നൽകി പുതിയ കെട്ടുകൾ കെട്ടുന്നത്. 8 മാസക്കാലം കൂടി കഴിഞ്ഞ് എൻ്റെ കാലാവധി കഴിയുമ്പോൾ നിയമമണ്ഡലത്തിലെ മുഴുവൻ സ്കൂളും പുതിയ സ്കൂളായിരിക്കും എന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിലുള്ള ഒരു സ്കൂളാണ് വാഴമുട്ടം. പാവപ്പെട്ട കുട്ടികൾ 1200 കുട്ടികൾ പഠിക്കുന്നതാണ്. 12 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 12 കോടിയാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ളവരും അതിനേക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞവർക്കും അറിയാം, നമ്മളെല്ലാം പണ്ടൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ശാന്തിയുള്ള ആശുപത്രി താലൂക്ക് ആശുപത്രി ആവാൻ വേണ്ടി പോവുകയാണ്. 30 കോടിയാണ്. 2 മാസത്തിനാണ് അവിടെ ഉദ്ഘാടനം ചെയ്യും. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ താലൂക്ക് ആശുപത്രിയായി മാറുകയാണ്. നമുക്കിനി മെഡിക്കൽ കോളേജിൽ പോകേണ്ട കാര്യമില്ല, ജനറൽ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല, ശാന്തിയുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ആ നിലയിൽ എല്ലാ കാര്യങ്ങളും മന്ത്രി എന്നുള്ള നിലയിൽ 2 പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയാണ്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും. ഇതിന് 2നും ചുമതല ഉണ്ടായിട്ട് പോലും പരമാവധി നിങ്ങളുടെയൊക്കെ വീടുകളിൽ ദുഃഖ സമയത്തും നിങ്ങളുടെ സന്തോഷ സമയത്തും എത്തുന്നതിന് വേണ്ടിയൊക്കെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. വികസനത്തിന് ഇവിടുത്തെ വികസനത്തിന് എല്ലാ മന്ത്രിമാരുടെയും പിന്തുണയുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞിട്ട് പോയല്ലോ, PWD ടൂറിസത്തിന് എല്ലാ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മളിത് കക്ഷിരാഷ്ട്രത്തിനതീതമായി കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ തുടക്കമാണ്. ഇനി ഓണം കഴിഞ്ഞാൽ, ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ നമ്മുടെ സ്ഥിരം സ്റ്റേജിൽ ഒരു കലാപരിപാടി വൈകുന്നേരം അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. 2, പാമ്പ്, സിംഹവും കരടി ഒഴികെ ബാക്കി എല്ലാം ഈ പ്രദേശത്തുണ്ടായിരുന്നു, ഈ കാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലം ആൾക്കാരുടെ മുഴുവൻ ചവറും കൊണ്ട് ഇവിടെ ഇടുമായിരുന്നു. പട്ടി ചത്താൽ, കോഴിയെ വെട്ടിയാൽ, പൂച്ച ചത്താൽ ആദ്യം ആലോചിക്കുന്നത് ഇവിടെ കൊണ്ടിട്ടുള്ള സംബന്ധിച്ചതാണ്. അതെല്ലാം മാറ്റിന്ന് മനോഹരമായി നമ്മുടെയൊക്കെ താമസിക്കുന്ന വീടിനേക്കാൾ മനോഹരമായി വൃത്തിയുള്ളതായി കിടക്കുകയാണ്. അത്രയും വൃത്തിയുള്ള ഒരു സ്ഥാപനം തുടങ്ങിയ അതിനും തർക്കത്തിന് വേണ്ടി വരുന്നവരെന്ത് പറയാൻ പറ്റും? അങ്ങനെയുള്ളവരാരും തർക്കത്തിനൊന്നും വരാൻ പാടില്ല. ഞാൻ വളരെ സൗമ്യമായും വളരെ വിനീതമായി അവരോട് പറയുകയാണ്, നമ്മൾ കിട്ടിയ തക്ക നോക്കി ആ കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടി പാടില്ല. നമുക്കിത് ഇനി ഇതിൽ വേറെ തർക്കമൊന്നും ഉന്നയിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ നേരത്തെ ഹരി പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിലും നിങ്ങളെ പ്രതിനിധിച്ച് നിയമസഭയിൽ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നീതിയും കൂറും പുലർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വർഷം എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ നിയമമണ്ഡലം MLA എന്നുള്ള നിലയിൽ ഇന്ന് ഓണത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഓണം സംഭാവന എന്ന് പറയുന്നത് ഈ ആഴാങ്കാൽ പാത്വയാണ് എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറാൻ പോവുകയാണ് കരമന ആഴാങ്കാൽ നടപ്പാത. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വേദി തന്നെ ഇവിടെ നമുക്കായി തയ്യാറാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ശ്രീ V. ശിവൻകുട്ടി അവറുകളാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൂടുതലായി വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും
ഈ നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി അനുഭവിച്ച് നമുക്കെല്ലാം ബോധ്യമുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 1000 കോടി രൂപയിലധികമുള്ള വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ ഈ നിയമമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഏറെ ബഹുമാനപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ്, അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് പോവുകയുണ്ടായി. അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനീയരായിട്ടുള്ള മുഴുവൻ പേർക്കും ഈ സംഘാടക സമിതിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന വെട്ടിക്കുഴി ഷാജിക്ക് പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടിയുടെ കാര്യം ഇവിടെ ശ്രീമാൻ കരമനകരി വിശദീകരിച്ചു. ഇന്നു മുതൽ 8-ാം തീയതി വരെ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നിരവധി പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഈ വേദിയിലുണ്ടാവും. എല്ലാവരും ആ പരിപാടികൾ കണ്ട് ആസ്വദിക്കാനും അവിടെ പങ്കെടുക്കാനും വേണ്ടി തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും സംഘാടക സമിതിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.